പണ്ട് തോട്ടത്തിൽ പോത്തും വെട്ടിയച്ച് തേക്കലക്കകത്തേക്ക് പൊതിഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുള്ള മുഴുവൻ ആളുകളും ഇങ്ങുവാ. പണ്ടൊക്കെ 1/2 കിലോ പോത്ത് കൊണ്ട് 10 പേർക്ക് അമ്മച്ചിമാര് കറി വെക്കുന്ന ഒരു രീതിയുണ്ട്. ദാരിദ്ര്യം പിടിച്ച കാലത്തെ ഒരു കറിവെപ്പ. അത് കാണിച്ചു തരാം. ആദ്യം തന്നെ ദേശീയ ഉരുളി അങ്ങോട്ട് കളത്തിലിറക്കി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. കടുക് പൊട്ടിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പാത്രത്തിൽ, പച്ചമുളക് വേറൊരു പാത്രത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ ചെറിയ ഉള്ളി പൊളിക്കാൻ നേരമുള്ളവർ പൊളിച്ചേച്ച് അതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. കരിയാപ്പല ഇട്ട് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് സവോള, കാര്യം കറി നീട്ടി 10 പേരെ തീറ്റിക്കണമല്ലോ, സവോള ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതേ പ്രധാന സാധനം, തൊലി ഒന്ന് ചീകിയെടുത്ത ഏത്തയ്ക്ക കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പേരെന്നാ, അയ്യോ എൻ്റെ പേര് മറന്നല്ലോ, ക്യാരറ്റ്, അത് പറ്റുവാണെങ്കിൽ ഇടുക. പിന്നെ കറുവാപ്പട്ടയും കുറച്ചിടുക. പിന്നെ നമ്മുടെ ഗരം മസാല പൊടിക്കുന്നതിന് മുമ്പുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. ഒരു ഇച്ചിരി ഏലക്ക കൂടെ ഇട്ടോ, നാട്ടുകാരറിയണമല്ലോ ഇവിടെ പോത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയും മതി, അധികമൊന്നും വേണ്ട. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി പിടിപ്പിക്കുമ്പോൾ തന്നെ ഒരു മണം വരും. ഇനി പോത്തെടുത്ത് വെച്ച് അതിനകത്തേക്ക് ഇടുക്കി ഗോൾഡ് കുരുമുളകും മഞ്ഞപ്പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തേച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് വെക്കണം. ഈ ചെറിയ കുക്കറിനകത്ത് വെക്കുമ്പോഴത്തേക്ക് ഈ കരിയാപ്പല ഇട്ട് കുക്കർ പൊട്ടിത്തെറിച്ചിട്ട് എന്നോട് പറയരുത് കേട്ടോ. അത് വലിയ കുക്കറായതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ടുണ്ട്. പണ്ട് ഇത് കുക്കറിനകത്ത് വെക്കുകയല്ല, വെള്ളം ഒഴിച്ച് വേവിക്കുക. പണ്ട് ഈ സാധനം എല്ലാം കൂടെ മൺചട്ടി വേവിക്കുക. പക്ഷെ ഇപ്പം അതിനുള്ള സമയമില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ വേണം മൺചട്ടി ഉണ്ടാക്കിക്കോ. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വെന്ത് വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് തുറക്കണം. അയ്യോ, ഇത് മാത്രം വെറുതെ കഴിക്കുക കേട്ടോ, ഭയങ്കര രുചിയാണ്. ആ സാധനം ഒരു പീസൊക്കെ എടുത്ത് കഴിച്ചു ഒന്ന് രുചിയൊക്കെ നോക്കിയതിന് ശേഷം ഇത് നമ്മുടെ ആ കായപ്പോൾ ഒരു പാതി വേവിൽ റെഡി ആയിട്ടുണ്ടാവും. അതിനകത്തേക്ക് ഇത് മുഴുവൻ കൂടെ മറിക്കണം. അതുകൊണ്ട് കായയുടെ അളവിനേക്കാളും കുറവാണ് ഇതിനകത്ത് ബീഫിൻ്റെ അളവ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ നല്ല മണവും രുചി, എന്നാൽ കഷണമായിട്ട് കായും അതിനകത്ത് വരും. അതാണ് ഈ ഒരു കറിയുടെ ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ച് പിന്നെയും കുറേ നേരം കൂടെ വേവിക്കണം. അതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് ഒരൊറ്റ തേങ്ങ 1 പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്തത് ഒരു പാത്രത്തിൽ വെച്ചേച്ച് അതിനകത്തോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ മുഴുവൻ. അന്നേരം ഒരു മണം വരും എൻ്റെ മോനെ. ഇത് ഞാൻ കൃത്യം 3 കിലോ ബീഫ് എടുത്ത്, പക്ഷേ 6 കിലോയുടെ പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. എന്ന് വെച്ചാൽ നമുക്ക് 10 പേർക്ക് കഴിക്കാനുള്ള പോത്ത് കറി നമുക്ക് 20 പേർക്ക് വിളമ്പാം. നല്ല സുഭിക്ഷമായിട്ട് കഴിക്കുകയും ചെയ്യാം. എന്നാൽ രുചിയോ ഗംഭീരം കേട്ടോ. പിന്നെ ആ പഴയ ഓർമ്മയും കൂടെ മനസ്സിലുണ്ടെങ്കിൽ രുചി പിന്നെയും കൂടും. നല്ല ചൂട് ചോറിൻ്റെ മേലിലേക്ക് ഒരു ഇച്ചിരി അച്ചാറും കൂടെ കൂട്ടിച്ച് ഈ സാധനം അങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം. പണ്ടൊക്കെ ഞായറാഴ്ചകളിലുണ്ടല്ലോ കായിട്ട് വെച്ച പോത്ത്, എടാ മോനെ എന്നാ ഒരു രുചിയാന്നറിയോ. അടിപൊളിയാണ്, ചെയ്തു നോക്ക്. ആ പണ്ടത്തെ ഒരു ഓർമ്മ സാക്ഷാത്കരിച്ചു.